വീണ്ടെടുപ്പ്. 1 കൊരിന്ത്യർ 7-ാം അധ്യായം 14-ാം വാക്യം. അവിടെയാണ് നമ്മൾ വായിക്കുക. പൗലോസ്ലീഹ കുറിക്കുകയാണ്. 1 കൊരിന്ത്യർ 7-ാം അധ്യായം 14-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നു, ഒരു ഭർത്താവ് ഭാര്യ മൂലം വീണ്ടെടുക്കപ്പെടുന്നു, ഒരു ഭാര്യ ഭർത്താവ് മൂലം വീണ്ടെടുക്കപ്പെടുന്നു. വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഭർത്താവിനെ ഭാര്യയെ ഏൽപ്പിച്ചത്, ഭാര്യയെ ഭർത്താവിനെ ഏൽപ്പിച്ചത് ഒരു വീണ്ടെടുക്കലിന് വേണ്ടിയിട്ടാണ്. ഭർത്താവിൻ്റെ കുറവ് ഭാര്യ പരിഹരിക്കണം, ഭാര്യയുടെ കുറവ് ഭർത്താവ് പരിഹരിക്കണം. അതല്ലേ സൃഷ്ടിയുടെ പ്രത്യേകത. പള്ളിയിൽ പോകാൻ മടിയുള്ളവന് പള്ളിയിൽ നിന്ന് ഇറങ്ങാത്തവളെ ദൈവം ഭാര്യയായിട്ട് കൊടുക്കും. വേദപുസ്തകം കൈകൊണ്ട് തൊടാത്തവന് ബൈബിൾ താഴെ വെക്കാത്തവളെ ദൈവം കൊടുക്കും. അന്താരാഷ്ട്ര പിശുക്കന് ഇൻ്റർനാഷണൽ ദൂർത്തടികാരിയെ ദൈവം കൊടുക്കും. ഞെളിഞ്ഞ് നടക്കുന്നവന് കുനിഞ്ഞു നടക്കുന്ന ഭാര്യയെ കൊടുക്കും. പ്രത്യേകതയാണിത്, വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. ആണുങ്ങൾക്ക് സ്വഭാവത്താലെ പ്രാർത്ഥന ബോർ. സിറ്റിയിൽ പോയി രാത്രി വീട്ടിൽ വരുന്ന ഭർത്താവിൻ്റെ ചോദ്യം, പ്രാർത്ഥന കഴിഞ്ഞോടി? ഇല്ലേ കക്ഷി ഒന്നുകൂടെ ടൗണിൽ പോകാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. ഭാര്യയാണല്ലോ, എന്തേലും പ്രാർത്ഥിച്ചാലും പോരാ. ആണുങ്ങൾക്ക് തൊലിക്കെട്ടി കൂടുതൽ, പെണ്ണുങ്ങൾക്ക് തൊലിക്കെട്ടി കുറവ്. ആണുങ്ങൾക്ക് ക്ഷയിക്കാൻ കൊടുത്തോ കമ്പിപ്പാരയിലോ കാപ്പിക്കമ്പയിലോ പിടിച്ച പോലെ, പറവറ പാറപ്പുറം പോലെ വല്ലാത്ത കെട്ടി. പക്ഷേ പെണ്ണുങ്ങൾക്ക് ക്ഷയിക്കാൻ കൊടുത്താൽ ബണ്ണയിലോ മോഡേൺ ബ്രെഡിലോ പിടിച്ച പോലെ നല്ല മയം. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ കരയുമ്പോൾ അപ്പനെടുത്തോ കൊച്ച് വലിയ വായിലേക്ക് ആറാൻ തുടങ്ങും, സർവകലെ മുട്ടിയ പോലെ, മരിക്കുറ്റിയെ തട്ടിയ പോലെ. പക്ഷെ അമ്മ എടുക്കുമ്പോൾ കൊച്ച് കരച്ചിൽ നിർത്തും, ഡ്യൂറോഫ്ലക്സ് ഡള്ളമെത്തിക്കിട്ട് മുട്ടിയ പോലെ, ഒരു നല്ല മയം. ഇനി മനക്കെട്ടി ആണുങ്ങൾക്ക് കൂടുതൽ, പെണ്ണുങ്ങൾക്ക് കുറവ്. രാത്രി 11 മണിക്ക് വീട്ടിൽ ഒരു അനക്കം കേട്ടോ, ഭർത്താവ് ടോർച്ചും ചൂരലും കൂടി ചെല്ലും, ഭാര്യ പട്ടം കെട്ടിപ്പിടിക്കും. പൊന്നു മനുഷ്യ പോകല്ലേ, പാമ്പാണിയെ ചേമ്പാണിയെ കൂമ്പാണിയെ പോയേക്കരുത്, ഇവക്ക് മനക്കെട്ടി കുറവ്. ഇനി സഹനശക്തി ആർക്കാ കൂടുതൽ? അത് പെണ്ണുങ്ങൾക്കാണ്. അത് ഇന്ത്യയെ വരുമ്പോഴാണ്. ഗൾഫ്, യൂറോപ്പ്, അമേരിക്ക ചെല്ലുമ്പം ഭയങ്കര സഹനശക്തി ആണുങ്ങൾക്കും ഞാൻ കണ്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചിട്ട് കുലുക്കിക്കൊണ്ടിരിക്കുന്നു, വായിൽ അടപ്പൊരി അടുത്ത തള്ളി കയറ്റിക്കൊണ്ടിരിക്കുന്നു, തുണി മാറ്റുന്നു, ദേഹം കഴുകി കൊടുക്കുന്നു. എന്തൊരു സഹനശക്തിയാണ്. ഒരുത്തൻ ജോലിക്ക് പോയി അമേരിക്കയിൽ. ഇപ്പം കൂട്ടുകാരൻ ഇവിടുന്ന് ഫോൺ വിളിച്ചു, നീ എവിടാടാ? അവൻ പറഞ്ഞു വാഷിങ്ടൺ. ഓ ഭാഗ്യവാൻ, അവിടെയല്ലേ? ഒന്നുമല്ല, തുണിയൊക്കെ അലക്കിയിട്ട് നിൽക്കുകയാണ്, വാഷിങ്ടൺ. അത് കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയമാണ്. വേറൊരുത്തനെ വിളിച്ച് ചോദിച്ചു, നിനക്ക് എന്നാടാ പണി? അവൻ പറഞ്ഞു മൈക്രോവേവ് ഓപ്പറേറ്റർ. എല്ലാം ചൂടാക്കി പുഴുങ്ങി തിന്നുക, പിന്നെ കഴുകി കമത്തി വെക്കുക. അപ്പോൾ സഹനശക്തി പുറത്ത് ചെല്ലുമ്പം ആണുങ്ങൾക്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ കുടുംബനാഥന്മാരെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണെങ്കിലും ഈ നാട്ടിൽ കൂടെയൊക്കെ ഒന്ന് വിട്ട് കറക്കി കാണിച്ചു കൊണ്ടുവന്നാൽ കുടുംബത്തിൽ ഒത്തിരി സമാധാനം ഉണ്ടാവും. സഹനശക്തി നമ്മുടെ നാട്ടിൽ ഇത് ആണുങ്ങൾക്ക് കുറവാണ്. ആണുങ്ങൾക്ക് തലവേദന വന്നോ സുനാമി, നെഞ്ചുവേദന വന്നോ ലോകമഹായുദ്ധം, വൈദ്യവേദന വന്നോ ഭൂമി ഉലകം, ഭാര്യ അവനെ തന്നെ നോക്കിക്കോണം. പക്ഷെ നല്ല അമ്മച്ചിമാരെ കണ്ടിട്ടില്ലേ, തലച്ചോറിൽ പഴുപ്പ, എന്നാലും പറയും ഉലുവാവെള്ളം കുടിച്ച് അറിയാമായിരുന്നു തലവേദന ഒന്ന് മാറുമെന്ന്. കുടൽ പഴുത്ത് പൊട്ടുക, മല്ലിക്കാപ്പ് കുടിച്ചറിയാൻ വലിയ മൂളലൊന്ന് മാറുമോ? എത്രയായാലും സഹിക്കും. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് പ്രസവിക്കാനുള്ള വകുപ്പ് പെണ്ണുങ്ങൾക്കാണ് കൊടുത്തിരിക്കുന്നത്. തമ്പുരാനറിയാം ഇത് ആണുങ്ങളുടെ വകുപ്പാണോ. ഒറ്റപ്രസവം ലോകാവസാനം, ഇനി പരിപാടിക്കില്ലേ ഇല്ല. ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛ, എൻ്റെ മൂത്ത മോനെ പ്രസവിച്ചപ്പം എന്തൊരു വേദനയായിരുന്നു, ഇനി പരിപാടിക്കില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷേ എൻ്റെ തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് എൻ്റെ തമ്പുരാനോട് ഞാൻ 11 പ്രാവശ്യം ആലോചന ചോദിച്ചു. ഒരു കൊച്ചു വേണ്ട എന്നുള്ളത് ശരിയാണോ തെറ്റാണോ? അങ്ങനെ 11 പ്രാവശ്യം ആലോചന ചോദിച്ചു എൻ്റെ അച്ഛ, ഞാനിന്ന് 12 മക്കളുടെ അമ്മയാണ്. അപ്പം സഹനശക്തി ദൈവം കൊടുത്തിരിക്കുന്നത് ഒരു സ്ത്രീക്കാണ് പുരുഷനേക്കാൾ കൂടുതൽ. അപ്പോൾ ദൈവം ചേർത്ത് വെച്ചു. അപ്പോൾ ഇതാണ് കുടുംബത്തിൽ പരസ്പരം മനസ്സിലാക്കുക. ജീവിതത്തിൽ വിജ്ഞാനം, വിശുദ്ധി, വിവേകം, വിധേയത്വം, വീണ്ടെടുക്കും.